Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 1-ാം യൂണിറ്റിലെ 3-ാം ചാപ്റ്റർ ആയിട്ടുള്ള മാച്ച് ബോക്സ്. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഈ ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സാധാരണയായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നാം പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചെറിയൊരു പാരഗ്രാഫ് തരികയും അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങളും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി മാച്ച് ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. മാച്ച് ബോക്സ് എന്ന കഥയിൽ നിന്നുള്ള ആ ഒരു ചെറിയ ഭാഗം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. And to tell the truth, now he has a little afraid. He looks fearfully at Nomida's face, sees a fire burning there, bright, blazing red. He doesn't have the courage to put out that fire by slapping it between his hands. And to tell the truth, now he has a little afraid. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ചെറിയ ഒരു ഭയമുണ്ട്. He looks fearfully at Nomida's face. അദ്ദേഹം ഭയത്തോടുകൂടി പേടിയോടുകൂടി നോമിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. And sees a fire burning there, bright, blazing red. അങ്ങനെ നോമിതയുടെ മുഖത്ത് തീജ്വാലകൾ അദ്ദേഹം കാണുകയാണ്. അതായത് നോമിത വളരെ ദേഷ്യത്തിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്. He doesn't have the courage to put out that fire by slapping it between his hands. അദ്ദേഹത്തിൻ്റെ കൈപ്പത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു തീ കെടുത്താനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഈ ഒരു സന്ദർഭം നമുക്കറിയാം. നോമിതയും അജിത്തും തമ്മിലുള്ള ആ ഒരു വഴക്കിനിടയിൽ നോമിത അവളുടെ സാരി കത്തിക്കാൻ ശ്രമിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കോണ്ടെക്സ്റ്റ്. ഈ ഒരു സന്ദർഭം തിരിച്ചറിയുക. ഈ ഒരു സന്ദർഭം നമുക്കറിയാം, അജിത്തും നോമിതയും തമ്മിലുള്ള ആ ഒരു വഴക്കിനിടയിൽ നോമിത സ്വന്തം സാരി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സന്ദർഭം. ഓക്കെ, ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഹിയർ അഷപൂർണ ദേബി, ദ ഓതർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ്, നരേറ്റ്സ് ദ quarrel between നോമിത ആൻഡ് ഹർ ഹസ്ബൻഡ് അജിത്ത് ഓവർ എ ലെറ്റർ ദാറ്റ് കെയിം ഫ്രം ഹർ മദർ. ഇവിടെ മാച്ച് ബോക്സ് എന്ന കഥയുടെ എഴുത്തുകാരിയായിട്ടുള്ള അഷപൂർണ ദേബി ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള നോമിതയും അജിത്തും തമ്മിലുള്ള ആ ഒരു വഴക്കിനെയാണ് ഇവിടെ വിവരിക്കുന്നത്. നോമിതയുടെ അമ്മ അയച്ചിട്ടുള്ളൊരു കത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു തർക്കം ഉള്ളത്. നോമിത വാസ് സോ ആംഗ്രി ആൻഡ് ഷീ ഈവൻ ട്രൈസ് ടു കമ്മിറ്റ് സൂയിസൈഡ് ബൈ ട്രൈങ് ടു ബേൺ ഹെർ സാരി. ഈ ഒരു വഴക്കിനിടയിൽ നോമിത വളരെ ദേഷ്യത്തിലാണ്. അവൾ സ്വന്തം സാരി കത്തിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ നോമിത ട്രൈസ് ടു ബേൺ ഹെർ സാരി. നോമിത അവളുടെ സാരി കത്തിക്കാൻ ശ്രമിച്ചതിനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഇവിടെ ഈ ഒരു വഴക്കിനിടയിൽ നോമിത അവളുടെ സാരി കത്തിക്കാനുള്ള കാരണം അവളോടുള്ള അജിത്തിൻ്റെ മനോഭാവമാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നോമിത ലോസസ് ഹെർ കൺട്രോൾ റെസ്പോണ്ടിങ് ടു ദ റൂഡ് ബിഹേവിയർ ഓഫ് ഹെർ ഹസ്ബൻഡ് അജിത്ത്. നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്തിൻ്റെ ആ ഒരു മോശ സ്വഭാവത്തിനെതിരെ പ്രതികരിക്കുന്ന സമയത്ത് നോമിതയ്ക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. അജിത്ത് ഡസിൻ റെസ്പെക്ട് ഹെർ പ്രൈവസി. അജിത്ത് അവളുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നില്ല. He had a bad habit that of reading Nomida's letters without mentioning her. അദ്ദേഹത്തിന് ഒരു മോശ സ്വഭാവമുണ്ട്. എന്താണത്? അവളുടെ സമ്മതമില്ലാതെ, അതായത് നോമിതയുടെ സമ്മതമില്ലാതെ അവളുടെ കത്തുകൾ വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മോശം സ്വഭാവമാണ്. ആൻഡ് he insults her with harsh words. അദ്ദേഹം മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവളെ അപമാനിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് എ ഹസ്ബൻഡ് ഈസ് അജിത്ത്? ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ 3 or 4 sentences. അജിത്ത് എങ്ങനെയുള്ള ഭർത്താവാണ്? അജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം നല്ല ഒരു ഭർത്താവല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള നോമിതയുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നില്ല. അദ്ദേഹത്തിനൊരു മോശ സ്വഭാവമുണ്ട്. എന്താണത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കത്തുകൾ തുറന്നു വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മോശം സ്വഭാവമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഉത്തരത്തിൽ ഉൾപ്പെടുത്താം. നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. നോമിതാസ് ഹസ്ബൻഡ് അജിത്ത് ഈസ് നോട്ട് എ ഗുഡ് ഹസ്ബൻഡ്. നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്ത് നല്ല ഒരു ഭർത്താവല്ല. ഹി ഈസ് അൺകൈൻഡ്. അദ്ദേഹം ഒരു കഠിന ഹൃദയനാണ്. ഹി യൂസസ് ഹാർഷ് വേർഡ്സ് അഗെയിൻസ്റ്റ് ഹിസ് വൈഫ് നോമിത. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള നോമിതയ്ക്കെതിരെ
പരുഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹി ക്വസ്റ്റ്യൻസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അജിത് ഡസിൻ റെസ്പെക്ട് ഹെർ പ്രൈവസി. അജിത്ത് അവളുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നില്ല. ഹി ഹാഡ് എ ബാഡ് ഹാബിറ്റ് ദാറ്റ് ഓഫ് റീഡിങ് നൊമിതാസ് ലെറ്റേഴ്സ് വിതൗട്ട് മെൻഷനിങ് ഹെർ. അദ്ദേഹത്തിനൊരു മോശം സ്വഭാവമുണ്ട്. എന്താണത്? അവളുടെ സമ്മതമില്ലാതെ അവളുടെ കത്തുകൾ വായിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആൻസറായിട്ട് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ സ്റ്റോറി മാച്ച് ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. മാച്ച് ബോക്സ് എന്ന ആ ഒരു കഥയിൽ നിന്നുള്ള ആ ഒരു ഭാഗം വായിക്കുക. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. Nomida speaks her mind, so no one attacks her outright to her face. They only pinch her with sharp words. Nomida speaks her mind, so no one attacks her outright to her face. നോമിത അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അവളെ മുഖത്ത് നോക്കി അവളോട് നേരിട്ട് അവളെ അധിക്ഷേപിക്കാറില്ല. They only pinch her with sharp words. അവർ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവളെ വേദനിപ്പിക്കാറുണ്ട്. അതായത് നോമിത ഒന്നും മറച്ചു വെക്കാതെ കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾ അവൾക്കെതിരെ നേരിട്ട് അവളോട് കാര്യങ്ങൾ സംസാരിക്കാറില്ല. അവരെന്ത് ചെയ്യും? മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവളെ വേദനിപ്പിക്കാറുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ പിഞ്ച് വിത്ത് ഷാർപ്പ് വേർഡ്സ്? ഇവിടെ പിഞ്ച് വിത്ത് ഷാർപ്പ് വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ഇതിനർത്ഥമാക്കുന്നത് മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നതിനെയാണ് പിഞ്ച് വിത്ത് ഷാർപ്പ് വേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എ, മേക്ക് സംവൺ ഹാപ്പി, ആരെങ്കിലും സന്തോഷിപ്പിക്കുക. ബി, മേക്ക് സംവൺ ആംഗ്രി, ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുക. സി, ഇറിറ്റേറ്റ്, പ്രകോപിപ്പിക്കുക. ആൻഡ് ഡി, സ്പീക്ക് റൂഡ്ലി ആൻഡ് കോസ് പെയിൻ, പരുഷമായി സംസാരിച്ച് വേദനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി, സ്പീക്ക് റൂഡ്ലി ആൻഡ് കോസ് പെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് നോമിത ഈസ് എവിഡൻറ്റ് ഹിയർ? ഇവിടെ നോമിതയുടെ എന്ത് സ്വഭാവ ഗുണമാണ് വ്യക്തമാകുന്നത്? നമുക്കറിയാം, ഇവിടെ വ്യക്തമാകുന്നത് നോമിതയുടെ എല്ലാം തുറന്നു പറയുന്ന, അതായത് ഒന്നും മറച്ചു വെക്കാതെ എല്ലാം തുറന്നു പറയുന്ന ആ ഒരു സ്വഭാവ ഗുണമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഇങ്ങനെ എഴുതാം. നോമിത സ്പീക്സ് ഫ്രാങ്ക്ലി വിതൗട്ട് ഹൈഡിങ് എനിത്തിങ്. നോമിത ഒന്നും മറച്ചു വെക്കാതെ കാപ്പട്യമില്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡസ് ദേ റെഫർ ടു? ഇവിടെ ദേ അതായത് അവർ എന്നത് പരാമർശിക്കുന്നത് ആരെയാണ്? നമുക്കറിയാം, ഇവിടെ ദേ അതായത് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജിത്തിൻ്റെ വീട്ടിലെ ആ ഒരു മെമ്പേഴ്സാണ്, ആ ഒരു അംഗങ്ങളെയാണ് ഇവിടെ ദേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഇങ്ങനെ എഴുതാം. ദ വേർഡ് ദേ റെഫേഴ്സ് ടു ദ മെമ്പേഴ്സ് ഓഫ് അജിത്ത്സ് ഫാമിലി. ഇവിടെ ദേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അജിത്തിൻ്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്ലൈറ്റ് ഓഫ് നോമിത ഇൻ ദ ഫാമിലി? ഈ ഒരു കുടുംബത്തിൽ നോമിതയുടെ ദുരവസ്ഥ എന്താണ്? നമുക്കറിയാം, ഈ ഒരു വീട്ടിൽ നോമിതയുടെ മോശം അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് നോമിതയെ അവളുടെ ഭർത്താവായിട്ടുള്ള അജിത്ത് ബഹുമാനിക്കുന്നില്ല. അതുപോലെ തന്നെ അവൾക്ക് വരുന്ന ഓരോ കത്തുകൾ അദ്ദേഹം തുറന്നു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വീട്ടിലെ മറ്റു അംഗങ്ങളും നോമിതയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. നോമിതാസ് ഹസ്ബൻഡ് അജിത്ത് ഡസിൻ റെസ്പെക്ട് ഹെർ പ്രൈവസി. നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്ത് അവളുടെ സ്വകാര്യതയെ ബഹുമാനിക്കുന്നില്ല. ഹി ഹാഡ് എ ബാഡ് ഹാബിറ്റ് ദാറ്റ് ഓഫ് റീഡിങ് നോമിതാസ് ലെറ്റേഴ്സ് വിതൗട്ട് മെൻഷനിങ് ഹെർ. അദ്ദേഹത്തിനൊരു മോശ സ്വഭാവമുണ്ട് നോമിതയ്ക്ക് വരുന്ന കത്തുകൾ തുറന്നു വായിക്കുക എന്നുള്ളത്, അതായത് അവളുടെ സമ്മതമില്ലാതെ അവളുടെ കത്തുകൾ വായിക്കുക എന്നുള്ളത്. Whenever there is a letter with Nomida's name, Ajit opens it and reads it before giving to Nomida, and sometimes he doesn't give it to her. അതായത് നോമിതയ്ക്ക് വരുന്ന ഓരോ കത്തുകളും ആദ്യം തന്നെ അജിത്ത് തുറന്ന് വായിക്കും. അതിനുശേഷമായിരിക്കും അവളുടെ കത്തുകൾ അവൾക്ക് കൊടുക്കുക. പലപ്പോഴും അവളുടെ കത്തുകൾ അവൾക്ക് കൊടുക്കാറുമില്ല. ഫോർ ദിസ് റീസൺ നോമിത ഈസ് ഇൻ ആങ്കർ വിത്ത് ഹിം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നോമിത അദ്ദേഹവുമായി ദേഷ്യത്തിലാണ്. അജിത്ത് ഇൻസൾട്ട്സ് ഹെർ വിത്ത് ഹാർഷ് വേർഡ്സ്. അജിത്ത് അവളെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കുന്നുണ്ട്. നോമിത ഈസ് നോട്ട് മച്ച് ലൈക്ഡ് ബൈ ദ അതർ സിസ്റ്റേഴ്സ് ഇൻ ലോ. ആ ഒരു വീട്ടിലുള്ള മറ്റ് സ്ത്രീകളും നോമിതയെ ഇഷ്ടപ്പെടുന്നില്ല. ദേ ആർ ഫോണ്ട് ഓഫ് ലാഫിങ് അറ്റ് ഹെർ. അവരെല്ലാവരും നോമിതയെ കളിയാക്കുന്നുണ്ട്. ദേ ആർ യുണൈറ്റഡ് അഗെയിൻസ്റ്റ് നോമിത ആൻഡ് നോമിത ഹാസ് ടു ഫൈറ്റ് അലോൺ. അവരെല്ലാവരും നോമിതയ്ക്ക് എതിരായിട്ട് ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ നോമിതയ്ക്ക് ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുന്നുണ്ട്.
Next question. Read the excerpt from Matchbox and answer the questions that follow. മാച്ച്ബോക്സ് എന്ന ഈ ഒരു കഥയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. An indigent widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of her looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. An indigent widow, ഒരു പാവം വിധവയാണ്, വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഭർത്താവുമില്ല മകനുമില്ല. She was successful in consigning her daughter to a wealthy family's house on the strength of her looks alone. എന്നാൽ അവളുടെ മകളെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് അയക്കുന്നതിൽ അവൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഭംഗിയുടെ കരുത്തിലായിരുന്നു അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. എന്നാൽ അവർ കടം വാങ്ങുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ അവളുടെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഒരു അവസരം കിട്ടുമ്പോഴേക്ക് അവൾ കടം വാങ്ങുമായിരുന്നു. അതായത് നമുക്കറിയാം ഇവിടെ വിശദീകരിക്കുന്നത് നോമിതയുടെ അമ്മയെക്കുറിച്ചാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡിജൻറ്റ് ഇൻ ദ എക്സെപ്റ്റ് മീൻസ്. ഈ ഒരു പാരഗ്രാഫിൽ ഇൻഡിജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം ഇൻഡിജൻ എന്നതിൻ്റെ അർത്ഥം വളരെ പാവപ്പെട്ട എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, വെരി പുവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ കുഡ് ഷീ സെൻഡ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലി. എങ്ങനെയാണ് അവൾക്ക് അവളുടെ മകളെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് അയക്കാൻ സാധിച്ചത്? നമുക്കറിയാം പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട നോമിതയെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാൻ കാരണം നോമിതയുടെ ഭംഗി കൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. Nomida's mother could send her daughter to a wealthy family because of the beauty of her daughter. നോമിതയുടെ അമ്മയ്ക്ക് അവളെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാൻ സാധിച്ചു കാരണം നോമിതയുടെ ഭംഗിയുടെ കരുത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ഷീ നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. എന്തുകൊണ്ടാണ് അവർ കടം വാങ്ങുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് നോമിതയുടെ അമ്മ കടം വാങ്ങുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം നോമിതയുടെ അമ്മ കടം വാങ്ങുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം നോമിതയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് നോമിതയ്ക്ക് കത്തയക്കാറുണ്ട്. എന്താവശ്യപ്പെട്ടുകൊണ്ട്? പണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ബിക്കോസ് നോമിതാസ് മദർ ഫ്രീക്വൻ്റ്ലി റൈറ്റ്സ് ടു നോമിത അബൌട്ട് ഹർ ട്രബിൾസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ആൻഡ് റിക്വസ്റ്റിംഗ് ഹർ ഫോർ മണി. ഷീ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ബെഗിങ് മണി ഫ്രം ഹർ ഡോട്ടർ. നോമിതയുടെ അമ്മ നോമിതയ്ക്ക് ഇടയ്ക്കിടെ കത്തയക്കാറുണ്ട്, അവളുടെ ദുരിതങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അറിയിച്ചുകൊണ്ട്. ആൻഡ് റിക്വസ്റ്റിംഗ് ഹർ ഫോർ മണി, അതുപോലെ തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ടും. ഷീ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ബെഗിങ് മണി ഫ്രം ഹർ ഡോട്ടർ. അവളുടെ മകളിൽ നിന്ന് പണം യാചിക്കുന്ന സ്വഭാവം അവൾക്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. സ്റ്റോപ്പ് ഇറ്റ്, എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ. ഈ ഒരു ഡയലോഗ് നമുക്കറിയാം, നോമിതയും അജിത്തും വഴക്ക് കൂടുന്ന സമയത്ത് നോമിത അജിത്തിനെതിരെ പറയുന്ന കാര്യങ്ങളാണിവ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മാൻ ഈസ് റെഫേർഡ് ടു ഹിയർ. ഏത് മനുഷ്യനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്? അതായത് ഇവിടെ ആരെയാണ് പരാമർശിക്കുന്നത്? നമുക്കറിയാം ഇവിടെ പരാമർശിക്കുന്നത് അജിത്തിനെയാണ്. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് അജിത്ത് എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ബ്ലെയിംസ് ദ മാൻ ഹിയർ. ഇവിടെ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നത് ആരാണ്? നമുക്കറിയാം ഇവിടെ അജിത്തിനെ കുറ്റപ്പെടുത്തുന്നത് നോമിതയാണ്. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് നോമിത എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡസ് നോമിത കാൾ ഹിം വൾഗർ മാൻ. എപ്പോഴാണ് നോമിത അജിത്തിനെ വൾഗർ മാൻ, വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം നോമിത അജിത്തിനെ വൃത്തികെട്ട മനുഷ്യൻ, അതായത് വൾഗർ മാൻ എന്ന് വിളിക്കുന്നത് ആ ഒരു കത്ത്, നോമിതയുടെ കത്ത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അജിത്ത് ആ ഒരു കത്ത് വായിക്കാനുള്ള കാരണം പറയുകയുണ്ടായി. അതായത് ആരും അവൾക്ക് ലവ് ലെറ്റേഴ്സ് അയക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നോമിതയുടെ കത്തുകൾ അദ്ദേഹം വായിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നോമിത അദ്ദേഹത്തിനെ വൾഗർ മാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. നോമിത കാൾസ് അജിത്ത് വൾഗർ മാൻ when he tells her that he was reading her letters to make sure no one is sending her love letters. അജിത്ത് നോമിതയോട് അവൾക്ക് വരുന്ന കത്തുകൾ അദ്ദേഹം തുറന്നു വായിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് നോമിതയ്ക്ക് ആരും ലവ് ലെറ്റേഴ്സ് അയക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അജിത്ത് നോമിതയുടെ കത്തുകൾ തുറന്നു വായിക്കുന്നത് എന്ന് പറയുന്ന സമയത്താണ് നോമിത അജിത്തിനെ വൾഗർ മാൻ, അതായത് വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിളിക്കുന്നത്.
Next question. That is why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അതുകൊണ്ടാണ് അവരെ ചിന്നിച്ചിതറിയ നിലയിൽ കെയർലെസ് ആയിട്ട്, അതായത് അലക്ഷ്യമായിട്ട് അടുക്കളയിലും അതല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ അതല്ലെങ്കിൽ ബെഡ്റൂമിലോ അല്ലെങ്കിൽ മറ്റിടത്ത് വീടിൻ്റെ ഏതെങ്കിലും മറ്റിടത്തുമായി നാം കാണുന്നത്. ദെൻ ഡു യു അഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ദാറ്റ് വിമൻ ആർ കൺഫൈൻഡ് ടു ദ ഡൊമസ്റ്റിക് സർക്കിൾ? ഡു യു അഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ദാറ്റ്, നിങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് ഒരു അഭിപ്രായം? വിമൻ ആർ കൺഫൈൻഡ് ടു ദ ഡൊമസ്റ്റിക് സർക്കിൾ, സ്ത്രീകൾ ഗാർഹിക ചുറ്റുവട്ടത്തിൽ, അതായത് അവർ വീടുമായി ബന്ധപ്പെട്ട് തടങ്കലിലാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് എന്ന് നിങ്ങൾ ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ഇൻ 4 or 5 sentences. നിങ്ങളുടെ അഭിപ്രായം 4-5 സെൻറ്റൻസുകളിലായിട്ട് എഴുതുക. അതായത് സ്ത്രീകൾ ഗാർഹികപരമായിട്ടുള്ള അതല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ആ ഒരു ചുറ്റുവട്ടത്തിൽ തടങ്കലിലാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണോ അതല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിലാണ് എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമുക്കറിയാം പല സ്ത്രീകൾക്കും ആ ഒരു ഗാർഹികപരമായിട്ടുള്ള ആ ഒരു അവസ്ഥയ്ക്ക് പുറമേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: യെസ്, ഐ ഡു അഗ്രി വിത്ത് ദ ഒപ്പീനിയൻ ദാറ്റ് വിമൻ ആർ കൺഫൈൻഡ് വിത്തിൻ ദ 4 walls ഓഫ് ദെയർ ഹൗസ്. സ്ത്രീകളെ അവരുടെ റൂമിൻ്റെ അതല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിലായിട്ട് തടങ്കലിലാക്കപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ള ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. മെനി വിമൻ ആർ ഡിനൈഡ് ഫ്രീഡം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ധാരാളം സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ദേ ഹാവ് നോ ഫ്രീഡം ഓഫ് ട്രാവലിംഗ്. അവർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ദേ ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ അവർ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ മാച്ച് ബോക്സ് ടു ദ സ്റ്റോറി ഓഫ് അജിത് ആൻഡ് നോമിത. അജിത്തിൻ്റെയും നോമിതയുടെയും ഈ ഒരു കഥയ്ക്ക് മാച്ച് ബോക്സ് എന്ന ഈ ഒരു ടൈറ്റിൽ കൊടുത്തതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കമൻ്റ് ചെയ്യുക. നമുക്കറിയാം ഈ ഒരു കഥയ്ക്ക് ഈ ഒരു ടൈറ്റിൽ, അതായത് അജിത്തിൻ്റെയും നോമിതയുടെയും ഈ ഒരു കഥയ്ക്ക് മാച്ച് ബോക്സ് എന്നത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. കാരണം അതായത് ഈ ഒരു കഥയിൽ കമ്പയർ ചെയ്യുന്നത്, അതായത് താരതമ്യം ചെയ്യുന്നത് സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ടാണ്. തീപ്പെട്ടികളെപ്പോലെ തന്നെയാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത്. അതായത് തീപ്പെട്ടികൾക്ക് എന്തിനേയും കത്തിക്കാനുള്ള കരുത്ത് ഉണ്ട് എങ്കിലും അവ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് നമുക്ക് അവയെ കാണാം. അതുപോലെ തന്നെയാണ് സ്ത്രീകളും എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: മാച്ച് ബോക്സ് ഈസ് എൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ടു ദ സ്റ്റോറി ഓഫ് അജിത് ആൻഡ് ഹിസ് വൈഫ് നോമിത. Matchbox is a simple box that contains sticks with gunpowder at one end. If the matchstick is struck, it can burn and destroy many things. So also, women have the strength and power to do many things. If they are provoked, they can turn destructive. Women remain silent and tolerant, like matchboxes. They are not using their skill and potentiality. Next question. Why does Ashapurna Devi compare women to matchboxes? എന്തുകൊണ്ടാണ് ഈ ഒരു കഥയിൽ അശപൂർണ ദേവി സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം ഈ ഒരു കഥയിൽ സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം സ്ത്രീകളും തീപ്പെട്ടികളെ പോലെയാണ് എന്നുള്ളതാണ്. നമുക്ക് ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം: Here the author compares women to matchboxes. Because, like matchboxes, women too contain enough power to terminate everything. But they sit around meek and innocent in the kitchen, in the pantry, in the bedroom, etc. In fact, any place like matchboxes. Next question. A person can react against injustice in different ways. Nomida reacted by quarreling with her husband and setting fire to the angle of her sari. What are the other possible ways in which Nomida could have reacted against her husband's dirty habit? Suggest 3 other possible methods of response that could have been adopted by Nomida. A person can react against injustice in different ways. ഒരാൾക്ക് അനീതിക്കെതിരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കും. Nomida reacted by quarreling with her husband and setting fire to the angle of her sari.
നോമിത അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു മോശം സ്വഭാവത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹവുമായി വഴക്ക് കൂടുകയും അവളുടെ സാരി കത്തിക്കാൻ ശ്രമിച്ചുമാണ്. വാട്ട് ആർ ദ അതർ പോസിബിൾ വേയ്സ് ഇൻ വിച്ച് നോമിത കുഡ് ഹാവ് റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് ഹർ ഹസ്ബൻഡ്സ് ഡേർട്ടി ഹാബിറ്റ്? നോമിതയ്ക്ക് അവളുടെ ഭർത്താവായിട്ടുള്ള അജിത്തിൻ്റെ ആ ഒരു മോശം സ്വഭാവത്തിനെതിരെ പ്രതികരിക്കാൻ പറ്റാവുന്ന മറ്റ് വഴികൾ ഏതൊക്കെയാണ്? സജസ്റ്റ് 3 other possible methods of response that could have been adopted by നോമിത. അങ്ങനെ നോമിതയ്ക്ക് സ്വീകരിക്കാൻ പറ്റാവുന്ന മറ്റ് 3 വഴികൾ സജസ്റ്റ് ചെയ്യുക. അതായത് അജിത്തിൻ്റെ ആ ഒരു മോശ സ്വഭാവത്തിനെതിരെ നോമിത പ്രതികരിക്കുന്നത് വഴക്ക് കൂടിയും അതുപോലെ തന്നെ സ്വന്തം സാരി കത്തിക്കാൻ ശ്രമിച്ചുമാണ്. മറ്റ് ഏതൊക്കെ രീതിയിൽ നോമിതയ്ക്ക് അജിത്തിൻ്റെ ആ ഒരു മോശ സ്വഭാവത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കും? അങ്ങനെയുള്ള 3 വഴികൾ ആണ് എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ടെൽ ഹിം ഹൗ ഇംപൊളൈറ്റ് ആൻഡ് റൂഡ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ലെറ്റേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ കത്തുകൾ വായിക്കുന്നത് എത്രത്തോളം അവിവേകമാണ്, അതല്ലെങ്കിൽ മര്യാദ ഇല്ലാത്തതാണ്, റൂഡ് ബിഹേവിയറാണ് എന്ന് അദ്ദേഹത്തോട് പറയുക. ദെൻ explain to him the helpless condition of her mother and the need to help her without complaining. അവളുടെ അമ്മയുടെ ആ ഒരു നിസ്സഹായാവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ കുറ്റപ്പെടുത്താതെ അമ്മയെ സഹായിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹത്തോട് എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ്, സ്റ്റോപ്പ് ടോക്കിംഗ് ടു ഹിം ഫോർ സം ടൈം. ദിസ് മേ ഹെൽപ്പ് ഹിം ടു ചേഞ്ച് ഹിസ് ബാഡ് ഹാബിറ്റ്. കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അവസാനിപ്പിക്കുക. ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മോശം സ്വഭാവം അദ്ദേഹം മാറ്റം വരുത്താൻ ഒരു കാരണമായേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് നോമിതാസ് മദർ വിസിറ്റ്സ് അജിത്ത്സ് ഹൗസ് ഹോൾഡ് എ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദി quarrel ബിറ്റ്വീൻ നോമിത ആൻഡ് അജിത്ത്. ഇങ്ങനെ നോമിതയും അജിത്തും തമ്മിലുള്ള ആ ഒരു വഴക്കിന് ശേഷം, അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോമിതയുടെ അമ്മ അജിത്തിൻ്റെ കുടുംബം സന്ദർശിക്കാനും വേണ്ടി വരികയാണ്. നോമിത നരേറ്റ്സ് ദ എൻറ്റയർ ഇൻസിഡൻറ്റ് ടു ഹർ മദർ. നോമിത അജിത്തുമായിട്ടുള്ള ആ ഒരു വഴക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മയെ അറിയിക്കുകയാണ്. ആൻഡ് ഷി ട്രൈസ് ടു കൺസോൾ ഹർ ഡോട്ടർ ആൻഡ് പ്രോമിസസ് ദാറ്റ് ഷി വോണ്ട് റൈറ്റ് ലെറ്റേഴ്സ് ടു ഹർ. അങ്ങനെ നോമിതയുടെ അമ്മ നോമിതയെ സമാധാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവളോട് പറയുകയാണ്, ഇങ്ങനെയുള്ള കത്തുകൾ ഞാൻ ഇനി അയക്കില്ല എന്നുള്ളത്. ദെൻ വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ. ആ ഒരു അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം എങ്ങനെയായിരിക്കും? ഡ്രാഫ്റ്റ് ദ കോൺവെർസേഷൻ. ആ ഒരു സംഭാഷണം ഇവിടെ തയ്യാറാക്കുക. അതേ രൂപത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ ദാറ്റ് നോമിത വിസിറ്റഡ് ഹർ മദർ ആൻഡ് ടോൾഡ് ഹർ വാട്ട് ഹാപ്പൻ ഡ്യൂ ടു ദ ലെറ്റർ സെൻഡ് ബൈ ഹർ. നോമിതയുടെ അമ്മയെ സന്ദർശിക്കുകയാണ്. അങ്ങനെ അന്ന് നടന്നിട്ടുള്ള അമ്മ അയച്ചിട്ടുള്ള ആ ഒരു കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോമിതയുടെ അമ്മയെ അറിയിക്കുകയാണ്. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ. അങ്ങനെ ആ ഒരു അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം എങ്ങനെയായിരിക്കും? ഡ്രാഫ്റ്റ് ദ കോൺവെർസേഷൻ. ആ ഒരു സംഭാഷണം വിവരിക്കുക, തയ്യാറാക്കുക. അതായത് നോമിതയും നോമിതയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് അജിത്തും നോമിതയും തമ്മിലുള്ള ആ ഒരു തർക്കത്തിന് ശേഷം നോമിതയുടെ അമ്മയുമായി നടത്തുന്ന ആ ഒരു സംഭാഷണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. നോമിതാസ് മദർ. ഐ ആം സോറി നോമിത ദാറ്റ് ദിസ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് മൈ ലെറ്റർ. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ അയച്ചിട്ടുള്ള ഒരു കത്തുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് എന്നതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നു. നോമിത. പ്ലീസ് ഡു നോട്ട് റൈറ്റ് സച്ച് ലെറ്റേഴ്സ് അഗെയിൻ. ദയവായിട്ട് അങ്ങനെയുള്ള കത്തുകൾ ഇനിയും അയക്കരുത്. മദർ. വാട്ട് ഷാൾ ഐ ഡു ദെൻ? ദർ ഈസ് നോ ബഡി ടു ഹെൽപ്പ് മീ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. നോമിത. ഇഫ് യു നീഡ് മണി സോ ബാഡ്ലി ഫോൺ മീ. ദിസ് ഈസ് മൈ നമ്പർ. നിങ്ങൾക്ക് പണത്തിന് വല്ലാതെ ആവശ്യം വരികയാണെങ്കിൽ എനിക്ക് വിളിക്കുക. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. മദർ. ഫ്രം നൗ ഓൺ ഐ വിൽ ഡു ദാറ്റ്. ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്തോളാം. ഐ നോ ഇറ്റ് ഈസ് ഹാർഡ് ഓൺ യു ടു ഹെൽപ്പ് യുവർ മദർ ആസ് യു ഡു നോട്ട് ഏൺ എനി മണി. എനിക്കറിയാം ഇത് നിനക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്, കാരണം നീ പണം സമ്പാദിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലല്ലോ. ബട്ട് യു മസ്റ്റ് കൺസിഡർ മൈ ഹെൽപ്ലെസ്നെസ്. പക്ഷേ നീ തീർച്ചയായിട്ടും എൻ്റെ നിസ്സഹായാവസ്ഥ നീ പരിഗണിക്കണം. നോമിത. ഇറ്റ്സ് ഓക്കെ മോം, ഐ വിൽ ഡു വാട്ട് ഐ ക്യാൻ. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ബട്ട് കോൾ മീ ഓൺലി വെൻ യു ആർ ഇൻ എ റിയൽ നീഡ് ഓഫ് മണി. നിങ്ങൾക്ക് പണം അത്യാവശ്യം വരുന്ന സമയത്ത് മാത്രം എനിക്ക് വിളിക്കുക. യു നോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗെറ്റ് മണി ഫ്രം അജിത്ത്. നിങ്ങൾക്കറിയാമല്ലോ അജിത്തിൻ്റെ അടുത്ത് നിന്ന് പണം ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. വെൻ ഐ ഗെറ്റ് ദ കോൾ ഫ്രം യു ഐ ഷാൽ ഫൈൻഡ് സം വേ ഓഫ് സെൻഡിങ് യു ഹെൽപ്പ്. നിങ്ങളുടെ കോൾ നിങ്ങൾ എനിക്ക് വിളിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് ഞാൻ പണം അയച്ചു തരുന്നതായിരിക്കും. മദർ. താങ്ക് യു നോമിത, യു ആർ എ സ്വീറ്റ് ഗേൾ.
ഗ്ലാഡ് ദാറ്റ് യു ഹാവ് നോട്ട് ഫൊഗോട്ടൺ യുവർ പുവർ മദർ. വളരെ നന്ദിയുണ്ട്, നിൻ്റെ പാവപ്പെട്ട അമ്മയെ നീ മറന്നിട്ടില്ലല്ലോ. ദെൻ നൊമിത, ഇറ്റ്സ് ഓക്കെ മോം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൊമിത ഈസ് ആംഗ്രി വിത്ത് അജിത് ഫോർ റീഡിങ് ദ ലെറ്റർ സെൻഡ് ബൈ ഹർ മദർ. നൊമിതയുടെ അമ്മ അയച്ചിട്ടുള്ള ആ ഒരു കത്ത് അജിത്ത് വായിച്ചതുമായി ബന്ധപ്പെട്ട് നൊമിത അജിത്തുമായിട്ട് ദേഷ്യത്തിലാണ്. ഷീ ഫൗണ്ട് ദ ലെറ്റർ ഇൻ അജിത്ത്സ് പോക്കറ്റ്. അവൾ ആ ഒരു കത്ത് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തുകയാണ്. വാട്ട് കുഡ് ഹാവ് ബീൻ ദ കണ്ടൻറ്റ് ഓഫ് ദ ലെറ്റർ. എന്തായിരിക്കും അമ്മ അയച്ചിട്ടുള്ള ആ ഒരു കത്തിൻ്റെ ഉള്ളടക്കം? അറ്റംപ്റ്റ് ടു റൈറ്റ് ഇറ്റ്. ആ ഒരു ഉള്ളടക്കം എഴുതാൻ ശ്രമിക്കുക. അതായത് നൊമിതക്ക് അമ്മ അയച്ചിട്ടുള്ള ആ ഒരു കത്ത് നൊമിത അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നൊമിതക്ക് ലഭിക്കുന്നുണ്ട്. എന്തായിരിക്കും അമ്മ അയച്ചിട്ടുള്ള ആ ഒരു കത്തിൻ്റെ ഉള്ളടക്കം? നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. ഡിയറസ്റ്റ് ഡോട്ടർ, ഇറ്റ് ഹാസ് ബീൻ ക്വൈറ്റ് എ ലോങ് ടൈം സിൻസ് ഐ ഹേർഡ് എനിത്തിങ് ഫ്രം യു. കുറേ കാലമായിട്ട് നിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വിശേഷങ്ങൾ അറിഞ്ഞിട്ട്. ഹൗ ആർ യു ദെയർ. നിനക്ക് അവിടെ എങ്ങനെയുണ്ട്? ഹൗ ഈസ് അജിത്ത്. അജിത്തിന് എങ്ങനെയുണ്ട്? ഹൗ ആർ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ആ ഒരു കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? ഐ ആം നോട്ട് ഫൈൻ ഹിയർ. എനിക്കിവിടെ അത്ര സുഖകരമല്ല. സിൻസ് ലാസ്റ്റ് വീക്ക് ഐ ഹാവ് ബീൻ സഫറിങ് ഫ്രം സം കഫ് ആൻഡ് കോൾഡ്. കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ ചുമയും ജലദോഷവും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഐ ട്രൈഡ് സം ലോക്കൽ മെഡിസിൻസ് ബട്ട് ദ കഫ് ഈസ് പെർസിസ്റ്റിംഗ്. ഞാൻ ചില മരുന്നുകൾ കുടിച്ചു നോക്കി, പക്ഷേ ചുമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ നൈബേഴ്സ് ടോൾഡ് മീ ഐ മസ്റ്റ് വിസിറ്റ് ദ ഡോക്ടർ. നമ്മുടെ അയൽവാസികളൊക്കെ പറയുന്നത് നിർബന്ധമായിട്ടും ഞാൻ ഡോക്ടറെ സമീപിക്കണം എന്നുള്ളതാണ്. ബട്ട് ദ ഫാക്ട് ഈസ് ഐ ഹാവ് നോ മണി ടു പേ ദ ഡോക്ടേഴ്സ് ഫീ ഓർ ടു ബൈ ദ മെഡിസിൻസ്. എന്നാൽ ഡോക്ടറുടെ ഫീ കൊടുക്കാനോ അതല്ലെങ്കിൽ മെഡിസിൻ വാങ്ങാനുള്ള പണമോ എൻ്റെ കയ്യിൽ ഇല്ല. ഐ ഹാവ് വൺ മോർ തിങ് ടു സേ. എനിക്ക് ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ദ സീലിംഗ് ഓഫ് മൈ റൂം ഈസ് ക്രാക്ഡ് ആൻഡ് ദ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. എൻ്റെ റൂമിൻ്റെ റൂഫിന്മേൽ ചില വിള്ളലുകളുണ്ട്. ആ ഒരു വിള്ളലുകളിലൂടെ മഴവെള്ളം നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്. ഇതിന് പെട്ടെന്നൊരു പരിഹാരം ഇല്ല എങ്കിൽ ഐ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ കൊളാപ്സ്ഡ് റൂഫ്. ആ ഒരു തകർന്നു വീഴുന്ന ആ ഒരു റൂഫിന് അടിയിൽ പെട്ട് എനിക്ക് മരിക്കേണ്ടതായിട്ട് വരും. സോ ഐ ഹാവ് ടു ആസ്ക് യു ടു സെൻഡ് മീ സം മണി. അതുകൊണ്ട് തന്നെ നീ എനിക്ക് കുറച്ച് പണം അയച്ചു തരണം. ഐ നോ ഐ ആം ബോദറിങ് യു. എനിക്കറിയാം ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ബട്ട് വാട്ട് ക്യാൻ ഐ ഡു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യുവർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വിൽ ഹെൽപ്പ് മീ. നിൻ്റെ പെട്ടെന്നുള്ള റെസ്പോൺസ് തീർച്ചയായിട്ടും എന്നെ സഹായിക്കും. യുവേഴ്സ് ലവിംഗ്ലി. സ്നേഹത്തോടു കൂടെ മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജിത്ത്സ് എൽഡർ ബ്രദർ നോട്ടീസസ് ദ റിഫ്റ്റ് ബിറ്റ്വീൻ അജിത്ത് ആൻഡ് നൊമിത. അജിത്തും നൊമിതയും തമ്മിലുള്ള ഒരു അകൽച്ച അജിത്തിൻ്റെ മൂത്ത സഹോദരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഹി മേക്സ് ദ കപ്പിൾ മീറ്റ് എ കൗൺസിലർ. അദ്ദേഹം ഈ ഒരു കപ്പിൾസിനെ ഒരു കൗൺസിലറെ മീറ്റ് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. ഇഫ് യു വെയർ ദ കൗൺസിലർ ആൻഡ് വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു അജിത്ത്. നിങ്ങളാണ് ആ ഒരു കൗൺസിലർ എങ്കിൽ എന്തൊക്കെ ഉപദേശങ്ങളായിരിക്കും നിങ്ങൾ അജിത്തിന് നൽകുക? റൈറ്റ് 3 pieces of advice using expressions like you should, you ought to, you had better. ഈ ഒരു പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 ഉപദേശങ്ങൾ എഴുതുക. നമുക്ക് ഇങ്ങനെ എഴുതാം. യു ഷുഡ് നോട്ട് റീഡ് ദ ലെറ്റേഴ്സ് ഓഫ് അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരുടെ കത്തുകൾ വായിക്കരുത്. യു ഓട്ട് ടു ഷോ മോർ റെസ്പെക്റ്റ് ടു യുവർ വൈഫ് നൊമിത. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള നൊമിതയോട് കൂടുതൽ ബഹുമാനം കാണിക്കണം. നെക്സ്റ്റ്, യു ഹാഡ് ബെറ്റർ ടേക്ക് എ ഡിസിഷൻ നോട്ട് ടു ഓപ്പൺ നൊമിതാസ് ലെറ്റേഴ്സ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുന്നതാണ്. എന്ത് തീരുമാനം? നൊമിതയുടെ ലെറ്ററുകൾ വായിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് അജിത്ത് ഫീൽസ് ഗിൽറ്റി ഓവർ ഹിസ് റൂഡ് ബിഹേവിയർ ടുവാർഡ്സ് നൊമിത. അജിത്ത് നൊമിതയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ അജിത്തിന് കുറ്റബോധം തോന്നിയതായി നിങ്ങൾ സങ്കല്പിക്കുക. ഹി റിക്വസ്റ്റ് നൊമിത ടു ഫൊഗീവ് ഹിം. അദ്ദേഹം നൊമിതയോട് ക്ഷമിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. ഹൗ വിൽ ഹി ആസ്ക് ഫോർ ഫൊഗീവ്നെസ്. എങ്ങനെയായിരിക്കും അദ്ദേഹം ക്ഷമ ചോദിക്കുന്നത്, നൊമിതയോട് ക്ഷമ ചോദിക്കുന്നത്? റൈറ്റ് 3 sentences. 3 സെൻറ്റൻസുകൾ എഴുതുക. യു മേ യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ലൈക്ക് പ്ലീസ് ഫൊഗീവ്, ഐ റിഗ്രറ്റ്, ഐ ആം എക്സ്ട്രീംലി. ഓക്കെ, ഈ ഒരു ക്ഷമ ചോദിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പ്രയോഗിക്കാം. നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്താം. പ്ലീസ് ഫൊഗീവ് മൈ ഫോൾട്ട് ഓഫ് റീഡിങ് യുവർ ലെറ്റേഴ്സ്.
നിൻ്റെ കത്തുകൾ വായിക്കുക എന്ന ഞാൻ ചെയ്ത ആ ഒരു തെറ്റിനെ നീ ദയവായിട്ട് പൊറുക്കണം. നെക്സ്റ്റ്, ഐ റിഗ്രറ്റ് ദാറ്റ് ഐ കോൾഡ് യു എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. ഞാൻ നിന്നെ ചാണകം വാരുന്ന ആളുടെ മകൾ എന്ന് വിളിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. ദെൻ ഐ ആം എക്സ്ട്രീംലി സോറി ഫോർ സ്പീക്കിംഗ് റൂഡ്ലി ടു യു. നിന്നോട് മോശമായിട്ട് പെരുമാറിയതിൽ ഞാൻ അങ്ങേയറ്റം ഖേദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ദാറ്റ് എ ഡിബേറ്റ് വാസ് ഹെൽഡ് ഇൻ യുവർ ക്ലാസ് ഓൺ ദ ടോപ്പിക് ന്യൂക്ലിയർ ഫാമിലി, an ideal place for women empowerment. The following points were presented by one group against the topic. അണുകുടുംബം എന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും നല്ല ഒരു സ്പേസാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. എന്നാൽ അതിനെതിരായിട്ട് ഒരു ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ചില പോയിന്റുകളാണ് ഇവിടെ വിവരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലി പ്രൊവൈഡ്സ് അൺലിമിറ്റഡ് ഫ്രീഡം ടു വിമൻ. അണുകുടുംബം സ്ത്രീകൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. നെക്സ്റ്റ്, ന്യൂക്ലിയർ ഫാമിലി ഈസ് നോട്ട് സേഫ് ഫോർ വിമൻ. അണുകുടുംബം സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല. ദെൻ ന്യൂക്ലിയർ ഫാമിലി മേക്സ് വിമൻ ഇറസ്പോൺസിബിൾ. അണുകുടുംബം സ്ത്രീകളെ ഉത്തരവാദിത്തമില്ലാത്തവരാക്കി മാറ്റുന്നു. ദെൻ ഇൻ എ ന്യൂക്ലിയർ ഫാമിലി വിമൻ ടെൻസ് ടു നെഗ്ലക്റ്റ് ഹെർ ചിൽഡ്രൻ. അണുകുടുംബത്തിൽ സ്ത്രീകൾ അവരുടെ കുട്ടികളെ അവഗണിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് 4 points സപ്പോർട്ടിംഗ് ദ ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാം 4 പോയിന്റുകൾ എഴുതുക. അതായത് ഇവിടെ ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ടോപ്പിക് എന്താണ്? അണുകുടുംബം സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും നല്ലൊരു സ്പേസാണ് എന്നുള്ളതാണ് ഇവിടെ ആ ഒരു ഡിബേറ്റിൻ്റെ ടോപ്പിക്ക്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകളാണ് മുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നാം എഴുതേണ്ടത് അതിന് അനുകൂലമായിട്ടുള്ള 4 പോയിന്റുകളാണ് നാം തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ എ ന്യൂക്ലിയർ ഫാമിലി എ വുമൺ ഗെറ്റ്സ് ഇനഫ് ടൈം ടു ഡു മെനി തിങ്സ്. ഒരു അണുകുടുംബത്തിൽ ആ ഒരു സ്ത്രീക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ലഭിക്കുന്നു. ദെൻ ന്യൂക്ലിയർ ഫാമിലി മേക്സ് വിമൻ ഹൈലി റെസ്പോൺസിബിൾ. അണുകുടുംബം സ്ത്രീകളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു. നെക്സ്റ്റ്, ഇൻ എ ന്യൂക്ലിയർ ഫാമിലി ദ വുമൺ ക്യാൻ ഗീവ് ഗ്രേറ്റർ അറ്റൻഷൻ ടു ഹെർ ഓൺ ചിൽഡ്രൻ. ഒരു അണുകുടുംബത്തിൽ സ്ത്രീകൾക്ക് അവരുടെ മക്കൾക്ക് കൂടുതൽ അറ്റൻഷൻ നൽകാൻ അവർക്ക് സമയം ലഭിക്കുന്നു അല്ലെങ്കിൽ സാധിക്കുന്നു. ദെൻ ഇൻ എ ന്യൂക്ലിയർ ഫാമിലി ദ വുമൺ ക്യാൻ നോട്ടീസ് ഹൗ ദ ഫാമിലി പ്രോഗ്രസസ് വിത്ത് ഹെർ ഹാർഡ് വർക്ക്. ഒരു അണുകുടുംബത്തിൽ അതിലുള്ള സ്ത്രീക്ക് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എത്രത്തോളം ആ ഒരു ഫാമിലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. ദെൻ ന്യൂക്ലിയർ ഫാമിലി പ്രൊവൈഡ്സ് റിയൽ ഫ്രീഡം ടു വിമൻ. അണുകുടുംബ സ്ത്രീകൾക്ക് ശരിയായ സ്വാതന്ത്ര്യം നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അജിത്ത്. അജിത്തിൻ്റെ
ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് നൊമിതാസ് മദർ. നൊമിതയുടെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം.